തിരുവനന്തപുരം നഗരസഭാ ഭരണം ഇപ്പം ബി.ജെ.പിയുടെ കയ്യിലാണ്. അതായത് മാറാത്തതൊക്കെ മാറും എന്നും പറഞ്ഞിട്ട് അധികാരത്തിൽ കയറി വരാം. പക്ഷെ ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടിവെള്ളമില്ല, മാലിന്യ പ്രശ്നം, തെരുവിളക്കുകളൊന്നും കത്തുന്നില്ല. ഈ രീതിയിലുള്ള ഗുരുതരമായ, ഇതൊന്നും ചെറിയ വിഷയങ്ങളല്ല, ഇതുപോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം മോദി വന്നു, വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെന്ന് വാഗ്ദാനങ്ങളൊക്കെ നടത്തി പോയൊരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനെ. അതെ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനു മുൻപ് ഉള്ള ഭരണസമിതി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നും ആ ഭരണസമിതിയിൽ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ തന്നിഷ്ടപ്രകാരമായിരുന്നു അവിടെ ആകപ്പാടെ മുടങ്ങിക്കിടക്കുകയാണ്, വികസന പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്നു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ആര്യ രാജേന്ദ്രനെതിരായി ഉയർത്തിക്കൊണ്ടുവന്നത് ഇതേ BJP പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപെങ്ങും ഇല്ലാത്ത വിധം തിരുവനന്തപുരം നഗരം ശോചനീയമായ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്കറിയാവുന്ന പോലെ അവരെ ഭരണത്തിലേറി കഴിയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ആറ്റുകാൽ പൊങ്കാല ഉണ്ടായി കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നഗരത്തിൽ അങ്ങനെ ഒരു വലിയ പരിപാടി നടന്നു എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ കാണത്തില്ല. അത്രത്തോളം ജനനിബിഡമായ പരിപാടി ആയിരുന്നു എങ്കിൽ പോലും അതിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും ഒരു രാത്രി കൊണ്ട് തൂത്ത് വൃത്തിയാക്കി തൊട്ടടുത്ത ദിവസം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഈ മാലിന്യങ്ങൾ ഇവിടെ ഡംപ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു അറിവില്ല. അവിടുത്തെ മഴക്കാല പൂർവ്വ എന്താ പറയാ പരിചരണം മീൻസ് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി കിടക്കുന്നു. എന്ന് വെച്ചാൽ തോടുകളിലെ ചെറിയ ഈ ചാലുകളിലെ പിന്നെ അതോടൊപ്പം ഓടകൾ ഇവയെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. കാര്യം കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ വേനൽക്കാലത്ത് പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ മഴക്കാലമാകുമ്പോൾ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിലേക്കായി പോകും. ഈ കുറെ കാലമായി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഒക്കെയാണ്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് കുറച്ചു കാലം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പഴയതുപോലെ ഈ മഴക്കാലം ആയി കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തും. അപ്പോൾ ആ നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ നീക്കം പിന്നെ അവതാളത്തിലായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഏറ്റവും രൂക്ഷമായി ആ നാട്ടിലുള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമമാണ്. ഈ വേനൽക്കാലം എത്തിക്കഴിയുമ്പോൾ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. നേരത്തെയൊക്കെ ഇതുപോലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, 1-2 ദിവസം കുടിവെള്ളം മുടങ്ങി കിടക്കുന്ന പതിവുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഈ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ പൈപ്പ് പൊട്ടിട്ടോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ പല ദിവസങ്ങളിലായി വെള്ളം മുടങ്ങിയിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് തന്നെ കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട്, അത് നിങ്ങൾക്ക് വെള്ളം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓരോ ഏരിയ തിരിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്ന് നമ്മൾ അറിയിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം കുടിവെള്ളമേ എത്തുന്നില്ല. അപ്പൊ കുടിവെള്ളം ഈ വേനൽക്കാലത്ത് കുടിവെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ കുളിക്കാനോ കുടിക്കാനോ പോട്ടെ, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പോലെയുള്ള വെള്ളം ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ആ സമയത്ത് നേരത്തെ ഈ പൈപ്പ് ലൈൻ പൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മേയറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടാങ്കറുകളിൽ കുടിവെള്ളം എല്ലാ വീടുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ടൗൺഷിപ്പുകളിലേക്കും എത്തിച്ചുകൊണ്ട് അവിടെ ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു രീതിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയൊക്കെ വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കിയതാണ്. ഇത്തവണ VV രാജേഷ് എന്ന് പറയുന്ന പുതിയ മേയറോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മേയർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പിന്നെ വാട്ടർ അതോറിറ്റി അല്ലേ ബില്ല് വാങ്ങുന്നത്, വാട്ടർ അതോറിറ്റിയോട് ചോദിക്കാനാണ് പറയുന്നത്. ഇത് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റി പൈസ മേടിക്കുന്ന പറഞ്ഞിട്ട് കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്നത് ഈ പറയുന്ന കോർപ്പറേഷൻ തന്നെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫാക്ച്വലി അത് എററാണ്, തെറ്റാണ് പറഞ്ഞത് പിന്നെ VV രാജേഷ്. അപ്പം അങ്ങനെ അത് തെറ്റായ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുൻപ് എങ്ങനെയായിരുന്നു തിരുവനന്തപുരം നഗരം ഉണ്ടായിരുന്നത്, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് തിരുവനന്തപുരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വഴിവിളക്കുകൾ കത്താത്തൊരു സാഹചര്യം. ഇതൊക്കെ ആരാണ് നോക്കേണ്ടത്? എന്തായിരുന്നു മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ ഒരു ഭരണസമിതി അല്ലെങ്കിൽ BJPയുടെ ഒരു സർക്കാരിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു?
നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണപരിചയ കുറവ് എന്ന് പറയുന്ന ഒരു വലിയ കുറവ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാനല്ല പുതിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ടല്ലോ പുതിയൊരു മാറ്റം ഉണ്ടാകണം, ആ മാറ്റം ഉണ്ടായി പുതിയൊരു സർക്കാർ അധികാരത്തിൽ കയറണം. ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്കുള്ള ആദ്യത്തെ പടിയാണ് ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഭരണം എന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തന്നെ നമുക്ക് എടുക്കാം. ഈ BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാറ്റം വരണം എന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും BJP പ്രതിപക്ഷത്തിരിക്കേണ്ട ഒന്നാണ്. അപ്പൊ മാറ്റം ഉണ്ടായപ്പോൾ വന്ന പ്രശ്നം എന്താണ്? VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഒരു കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണപരിജ്ഞാനം കുറവാണ്. ഈ ഭരണപരിചയം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മേയർക്കൊപ്പം നിൽക്കുന്ന ഈ ഡെപ്യൂട്ടി മേയർ ആവട്ടെ, ഡെപ്യൂട്ടി മേയർ സ്ട്രോങ് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആശാനാഥാണെന്ന് തോന്നുന്നു ഡെപ്യൂട്ടി. അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ട്രോങ് അല്ല. ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ല. ഡെപ്യൂട്ടി മേയർക്ക് ഒരു ബോധവും ഇല്ല. അപ്പം ഒന്നുകിൽ മേയർ ആയിട്ട് ഒരാളെ നിയമിക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ കുറച്ച് ഭരണപരിചയമുള്ള ഒരാളായിരിക്കണം. എങ്കില് ഈ പറയുന്ന പോലെ മേയറും ഡെപ്യൂട്ടി മേയറും തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് അത് ആ ഒരു കാരണം എന്താ, ഡെപ്യൂട്ടി മേയറുടെ ഒരു ഭരണപരിചയം ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അത് നേരെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രനൊപ്പം വരുന്ന ഡെപ്യൂട്ടി മേയർക്ക് നല്ല ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു. നേരത്തെ പോലെ തന്നെ ഈ നല്ല ഭരണപരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് മേയർക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ തിരുത്തി കൊടുക്കാൻ ഈ ഡെപ്യൂട്ടി മേയർക്ക് സാധിക്കും. ഇത് രണ്ടുപേരും പൊട്ടത്തരം കാണിക്കുന്നത്. അതാണ് അതിനകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് ഒരു കുന്തം അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ ഭരണപരിചയം ഇല്ലാത്തവരെ കൊണ്ടുചെന്ന് ഏതെങ്കിലും ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇതിനപ്പുറത്ത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മന്ത്രിയാകാൻ പലരും ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ സന്ദീപ് വചസ്പതി ഉണ്ടാവും, പിന്നെ ശോഭാ സുരേന്ദ്രനുണ്ട്, കെ സുരേന്ദ്രനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ഒരു നാളെ ഭൂരിപക്ഷം കിട്ടി ഇവരൊക്കെ മന്ത്രിമാരാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടോ? ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രി പോട്ടെ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാന്ന് വിചാരിക്കും. എന്തായിരിക്കും ഇവിടുത്തെ ഉണ്ടാകാൻ പോകുന്ന ആ വകുപ്പിനെ കുറിച്ച് പോലും വേണ്ട രീതിയിൽ പഠിക്കാനോ ആ വകുപ്പിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ പോലും ബോധമില്ലാതെ നടക്കുന്ന കുറേയധികം ആൾക്കാരെ നമ്മൾ മന്ത്രിമാരാക്കും. ഇത് ശരിക്കും ഭരണപരിചയം എന്ന് പറയുന്ന ഒരു വലിയ പരിചയം തന്നെയാണ്. അത് ഇപ്പം പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കെ കൃഷ്ണൻകുട്ടി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ വകുപ്പിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ അറിയണം. ഇപ്പം ആകപ്പാടെ വകുപ്പിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ഒരാള് എനിക്ക് തോന്നുന്നു KB ഗണേഷ് കുമാർ മാത്രം. കാര്യം അയാൾക്ക് വണ്ടി ഓടിക്കാനും അറിയാം, ബസ്സുകൾ ഒരുപാട് ഓടിച്ച് നല്ല പരിചയമുള്ള ഒരാൾ തന്നെയാണ്. വാഹനത്തെ കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് ഒരുപാട് അദ്ദേഹത്തിന് കുടുംബ പശ്ചാത്തലം കൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ വകുപ്പുകളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ തന്നെ ഈ പറയുന്ന ഈ VV രാജേഷ് പറഞ്ഞിരിക്കുന്ന മഠയത്തരമാണ്. വാട്ടർ അതോറിറ്റിക്കല്ല അത് ഒരു ഉത്തരവാദിത്വം. ഈ വാട്ടർ അതോറിറ്റി കൊണ്ട് നടപ്പിലാക്കി എടുക്കേണ്ടത് കോർപ്പറേഷൻ ഉത്തരവാദിത്വം, മേയറാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അല്ല മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുപ്പായം ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും പറയാനുള്ള ഒരാളല്ല മേയർ. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. ആ നഗരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ മേയറിൽ നിക്ഷിപ്തമാണ്. അത് കാര്യക്ഷമം നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം വെറുതെ റെയിൽ എടുക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ ഇപ്പൊ വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കുകയാണ് അവര്. എന്ത് കാര്യത്തിന്? സമരം നടത്തുക എന്ന് പറയുന്നത് തെറ്റായ ശീലമൊന്നുമല്ല. സമരം നടത്തുന്നത് വാട്ടർ അതോറിറ്റിയിലേക്ക് എന്തിനാ സമരം നടത്തുന്നത്? ശരിക്കും ഉത്തരവാദിത്തമായി കാര്യം ചെയ്യേണ്ടത് മേയറാണ്. മേയർ BJPയുടെ വക്താവാണ്. ആ BJP വാട്ടർ അതോറിറ്റിയുടെ നിലയിലേക്ക് സമരം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് മേയർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അത് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പൊ മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സംവിധാനം ഇപ്പൊ കാലം എത്ര കഴിഞ്ഞു? ഇപ്പൊ 4 മാസത്തോളം ആവും. ഈ 4 മാസത്തിനകത്ത് വെച്ച് പോലും കൃത്യമായി മാറാത്തതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. മാറ്റിയെടുത്തു, പക്ഷെ മാറാത്തത് മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപജയം. അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് കാര്യം മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു. തുടക്കം മുതലാണ് അവർക്ക് കല്ലുകടിയാണ്. കാര്യം ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ എന്തോ വലിയ ബ്ലൂ പ്രിന്റ് അനാച്ഛാദനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല. അവിടെ തന്നെ ആ ആദ്യത്തെ കെണി വീണു കഴിഞ്ഞു. കാര്യം VV രാജേഷ് കൊടുത്ത ആദ്യത്തെ ഉറപ്പ് അവിടെ ലംഘിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്ത് കാണിക്കും, ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കും, വികസന രേഖ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വികസന രേഖയും അവതരിപ്പിക്കാൻ ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒന്നും തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പദ്ധതി പോലും പുതുതായി പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല. അത് ആദ്യത്തെ തിരിച്ചടിയായി. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പദ്ധതി VV രാജേഷ് നിരവധി പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന ഒന്ന്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെന്ററുകൾ, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളെ പള്ളികളും അമ്പലങ്ങളും അടങ്ങുന്ന ഇപ്പൊ ഭീമ പള്ളി ഇങ്ങനെ പറയുന്ന
ആരാധനാലയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് ഈ പറയുന്ന വി രാജേഷ് ഈ പറയുന്ന വലിയ വിടുവായത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യമാണ്. പിൽഗ്രം ടൂറിസം എന്ന് പറയുന്ന ഒരു ടൂറിസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും പൂർത്തിയായിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, പിന്നെ അതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ അടങ്ങിയ ആറ്റുകാൽ ദേവി ടെമ്പിൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒരു അടങ്ങിയൊരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം നമ്മൾ ചിന്തിക്കുന്നെങ്കിലും. അപ്പൊ അതിനോട് ചേർത്തിട്ട് ഭീമപള്ളിയുണ്ട്, പാളയം പള്ളിയുണ്ട്, പാളയം ജുമാ മസ്ജിദ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിനെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പിന്നെ ആരോഗ്യ മേഖലയെ ഇതിനു വേണ്ടിയിട്ട് ഹെൽത്ത് ടൂറിസം പ്രോജക്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചും ഈ വി രാജേഷ് പറയുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രി ശൃംഖലകളെ, അതായത് ഹോമിയോ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അപ്പൊ ഹോമിയോ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പിന്നെ പ്രൈവറ്റ് ആശുപത്രികൾ, അതായത് സ്വകാര്യ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ പിന്നെ പഞ്ചകർമ്മ സെന്റർ, ഇതിനെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞ ഒരു ടൂറിസം പ്രോജക്റ്റ്. ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പക്ഷേ വി രാജേഷ് മിണ്ടുന്നില്ല. ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇതൊന്നും പക്ഷേ 4 മാസം കഴിഞ്ഞിട്ടും വി രാജേഷ് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ വലിയ പദ്ധതികളാണ്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു വിഷൻ ആവശ്യമാണ്. ആ വിഷൻ മാത്രം പോരാ, ആ വിഷൻ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശക്തമായ ഒരു ഇച്ഛാശക്തി കൂടി ഉള്ള ഒരു നേതാവിനെ കൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഇച്ഛാശക്തിയോട് കൂടി നടപ്പിലാക്കാനും അതിന്റെ DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും എന്ത് വേണം? ഭരണപരിചയം എന്ന് പറയുന്നൊരു സാധനം വേണം. അപ്പം വി രാജേഷിനോ BJP നേതൃത്വത്തിനോ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഭരണപരിചയം ഇല്ല എന്നും അതിനെ കൊണ്ട് ഇവരെ കൊണ്ട് കൂട്ടിയാക്കൂടുന്ന ഒരു കാര്യമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം എന്നുള്ള കാര്യം ഈ 4 മാസത്തിനകത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാര്യം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരാതികൾ ഉയർന്നിട്ടില്ല. കുടിവെള്ളമില്ലായ്മ ഒരു പ്രശ്നമായി ഉയർന്നു വന്നിട്ടേ ഇല്ല. വി കെ പ്രശാന്ത് ഇരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും ആര്യ രാജേന്ദ്രനിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ മേയർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു പിന്നെ നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, എവിടെയാണ് അടിസ്ഥാന വികസനം കൊണ്ടുവരേണ്ടത്. അല്ലാതെ കുറെ പട്ടിയെ പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് പട്ടി ഇറക്കി വിട്ടിട്ട് കാര്യമൊന്നുമില്ല. കോർപ്പറേഷനിലുള്ള പട്ടി എടുത്തിട്ട് വേറെ എടുത്ത് കൊണ്ടുവിടുന്നു. ഇതിന് പ്രത്യേക ഷെൽട്ടറുകൾ രൂപീകരിക്കുന്നതിനോ ഈ പറയുന്ന തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനും അവയെ മരണം വരെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളല്ലേ വേണ്ടത്. അല്ലാതെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇപ്പൊ പാളയത്തുനിന്ന് പിടിക്കുന്ന പട്ടികളെ കൊണ്ട് ചെന്നിട്ട് വെള്ളായണി കായലിന്റെ തീരത്തുകൊണ്ട് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചും ഈ പറയുന്ന മേയർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. അത് പ്രധാനമായും ഭരണപരിചയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ അഭാവം ഈ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വെപ്രാളം മാത്രമല്ലാതെ ഒന്നിനെ കുറിച്ചും കൃത്യമായ ഒരു വിഷൻ ഈ പറയുന്ന പുതിയ ഭരണസമിതിക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണ ഈ 5 വർഷം കഴിയുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരത്തിൽ പിന്നീട് ഈ കോർപ്പറേഷന്റെ ഭരണം ഒരു കാരണവശാലും BJPക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ്. കാര്യം ഇനിയും വർഷങ്ങൾ കടന്നു പോകുമ്പോഴും ഇവരുടെ തോൽവിയാണ് കൂടുതൽ ഇനിയും ജനം കാണാൻ പോകുന്നത്. ഈ പറയുന്ന ഒരു വർഷം ഇവർ എങ്ങനെ സഹിക്കും? ഈ പിന്നെ വേനൽക്കാലം എങ്ങനെ കഴിച്ചു കൂട്ടും? വേനൽക്കാലം കഴിയുമ്പോൾ അടുത്ത പ്രതിസന്ധിയായി, വെള്ളപ്പൊക്കത്തിന്റെ കാലമായി. തിരുവനന്തപുരം നഗരം മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോകും. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ പകർച്ചവ്യാധികളിലേക്ക് പോകും. ഇതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ശരിക്കും തിരുവനന്തപുരത്തുകാർ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.